ഒരു ഫാമിലി വെക്കേഷൻ യാത്രയിൽ ഭാര്യയ്ക്കും ഭർത്താവിനും മാത്രമായിട്ട് എങ്ങനെ സമയം കണ്ടെത്താൻ പറ്റും? 10 വർഷമായിട്ട് റിസോർട്ട് നടത്തുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ ഒരുപാട് ഫാമിലിനെ കണ്ടിട്ടുണ്ട്. ട്രിപ്പ് വരുമ്പോൾ അവർ ഭാര്യയും ഭർത്താവും ശ്രദ്ധിക്കുന്നത് കുട്ടികളുടെ കാര്യങ്ങളും അവരുടെ കൂടെയുള്ള പേരൻസിൻ്റെ കാര്യങ്ങളും അവരെ സന്തോഷം ആണ് അവർക്ക് മെയിൻ. അത് നോക്കി നടന്ന അവസാനം ട്രിപ്പ് കഴിഞ്ഞ് ഒരു വെക്കേഷൻ കഴിഞ്ഞ് പോകുന്ന സമയത്ത് ഭാര്യയ്ക്കും ഭർത്താവിനുമായിട്ടൊരു നല്ലൊരു സമയം കിട്ടുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. യഥാർത്ഥത്തിൽ ഇത് ബാലൻസ് ചെയ്യണം. ഭാര്യയ്ക്കും ഭർത്താവിനും മാത്രമായിട്ട് കുറച്ച് സമയം വേണം. അതെങ്ങനെ കണ്ടെത്താം എന്നുള്ളതിനെ കുറിച്ചുള്ള ടിപ്സാണ് ഞാൻ പറഞ്ഞു തരുന്നത്. കുട്ടികളോടൊപ്പം കളിക്കാം, പേരൻസിൻ്റെ കാര്യങ്ങൾ നോക്കാം. അതെല്ലാം കഴിഞ്ഞ് ഒരു നിശ്ചിത സമയം നിങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് മാറ്റി വെക്കുക. ഉദാഹരണത്തിന് ഒരു 8 മണിക്ക് ശേഷം അത് നിങ്ങളുടെ ക്വാളിറ്റി സമയമായിട്ട് മാറ്റി വെക്കുക. ആ സമയത്ത് പിന്നെ ഫോണെല്ലാം മാറ്റി വെച്ചേക്കണേ. എന്നിട്ട് നിങ്ങളുടെ പേഴ്സണൽ സമയമാക്കി മാറ്റി തുറന്ന് സംസാരിക്കുക, നിങ്ങൾ ആഗ്രഹങ്ങൾ ഷെയർ ചെയ്യാം. അങ്ങനെയെല്ലാം നമുക്ക് ചെയ്യാം. ഈ ഫാമിലി ട്രിപ്പിനിടയിൽ തന്നെ നിങ്ങൾ ഒരു കുഞ്ഞു ട്രിപ്പ് പ്ലാൻ ചെയ്യുക, ഡേറ്റിംഗ് ട്രിപ്പ്. അതായത് എല്ലാവരും വിശ്രമിക്കുന്ന സമയത്താണെങ്കിലും നിങ്ങൾ ഭാര്യയും ഭർത്താവും മാത്രമായിട്ട് ഒരു ചെറിയൊരു ട്രിപ്പ് പുറത്തെവിടെയെങ്കിലും ഒരു കോഫി കഴിക്കാനോ അല്ലെങ്കിൽ ചെറിയ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്കോ ഒരു ചെറിയൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തു. നിങ്ങൾ താമസിക്കുന്ന റിസോർട്ടിൻ്റെ അടുത്ത് ചിലപ്പോൾ വല്ല വെള്ളച്ചാട്ടം ഉണ്ടാവാം, നെൽവയലുകൾ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണും. അപ്പോൾ ലഞ്ച് കഴിഞ്ഞിട്ടുള്ള കിട്ടുന്ന ചെറിയ എല്ലാവരും റെസ്റ്റ് എടുക്കുന്ന സമയമായിരിക്കും. ആ സമയത്ത് നിങ്ങൾ ഭാര്യയും ഭർത്താവിനും മാത്രമായിട്ട് ചെറിയൊരു ട്രിപ്പെല്ലാം അങ്ങോട്ട് പ്ലാൻ ചെയ്യും. ഇതെല്ലാം സാധ്യമാവണമെങ്കിൽ നല്ലൊരു ഫാമിലി റിസോർട്ടായിരിക്കണം അത്. കാരണം നമ്മളെ കുട്ടികളും പാരൻസിനും എല്ലാം അവിടെ നിർത്തി പോകണമെന്നുണ്ടെങ്കിൽ അത് അത്രയും സേഫ്റ്റിയോട് കൂടെ മാത്രമേ അത് സാധ്യമാവുള്ളൂ. സർപ്രൈസുകൾ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. നിങ്ങൾ റിസോർട്ടിൽ ബുക്ക് ചെയ്യുമ്പോൾ തന്നെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ, അതായത് ചെറിയ ഗിഫ്റ്റോ കേക്കോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അത് അവിടെ വിളിച്ച് പറഞ്ഞാൽ മതി. അതായത് അവരത് അറേഞ്ച് തരും. ഓർക്കുക, എല്ലാ യാത്രയുടെയും ലക്ഷ്യം നല്ല ഓർമ്മകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഭാര്യ ഭർത്തൃ ബന്ധം കൂടുതൽ ദൃഢമാക്കുന്നത് ഇത്തരത്തിലുള്ള യാത്രയിലൂടെയാണ്. ഇനി നിങ്ങൾ മാംഗോ വില്ലയിലോട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങളുടെ കുട്ടികളുടെയും പാരൻസിൻ്റെയും കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. നിങ്ങൾ പൂർണ്ണമായിട്ട് എൻജോയ് ചെയ്തോളൂ.